ഒറ്റ രാത്രി കൊണ്ട് വിഴിഞ്ഞം തുറമുഖം CPM കൈവിട്ടു. ഇന്നലെ ദുരൂഹതകളുടെ മുകളിൽ ദുരൂഹത. എന്താണ് ഇവിടെ കോൺഗ്രസ്സുകാരൊക്കെ കാണിക്കുന്നത്? വിഴിഞ്ഞം അദാനിക്ക് തീരെഴുതി കൊടുക്കുന്നു. എന്താണിത്? ഇന്നലെ ഗോവിന്ദമാഷൊക്കെ വന്നിട്ട് പറയുകയാണ്, ഉമ്മൻചാണ്ടി സർക്കാരാണ് ഇതിനെല്ലാം പിന്നിൽ. ഉമ്മൻചാണ്ടി സർക്കാരാണ് തീരെഴുതി കൊടുത്തത്. കഴിഞ്ഞ 10 കൊല്ലം വിഴിഞ്ഞം ഞങ്ങളുടേതാണ് പിണറായി സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിൽ അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാർ ഉണ്ടായതോട് മാത്രം നടപ്പിലായ ഒരു പദ്ധതിയാണ് എന്ന് പറഞ്ഞിരുന്ന ഈ സൈബർ സഖാക്കന്മാരുണ്ടായിരുന്നല്ലോ, അവരൊക്കെ ഇനി എന്ത് ക്യാപ്സ്യൂൾ ഇടും? ഇപ്പോ ഈ പറഞ്ഞ വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടന വേളയിൽ അതിന് ശേഷമുള്ള എന്തെങ്കിലും ഒരു സമയത്ത് പോലും ഉമ്മൻചാണ്ടി എന്നൊരു പേര് പോലും ഈ സഖാക്കളുടെ വായിൽ നിന്ന് വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോ പെട്ടെന്ന് ഈ പറഞ്ഞ അദാനി ഷെയർ വിൽക്കുന്നു എന്നുള്ളൊരു വാർത്ത വരുമ്പോൾ എങ്ങനെയാണ് അതിന്റെ പിതൃത്വം ഏറ്റെടുക്കുക? ഞങ്ങൾക്ക് നല്ല കാര്യങ്ങളുടെ പിതൃത്വം അല്ലേ ഏറ്റെടുത്ത് ശീലമുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു, ഉമ്മൻചാണ്ടി മരിക്കുന്നതിന് മുൻപ് നേരത്തെ വന്ന് ഒപ്പിട്ടിട്ട് പോയി, അതുകൊണ്ട് അദാനി ഷെയർ വിൽക്കുകയാണെന്ന്. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്തായാലും സമ്മതിച്ചു, ഉമ്മൻചാണ്ടിയാണ് ഇതിനെല്ലാം പിന്നിലെന്ന്. വിഴിഞ്ഞത്തിന്റെ പിതാവെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയാണ് എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം സമ്മതിച്ചിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചു കൊടുത്താൽ മതി. ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ അദാനിയുടെ ഓഹരികൾ വിൽക്കുന്നു. എന്തുകൊണ്ടാണ് വിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമുക്കറിയാം നമ്മുടെ സർക്കാരിന് വിഴിഞ്ഞം തുറമുഖം പൂർത്തീകരിക്കാനുള്ള ഒരു സാമ്പത്തിക ഇടപാട് അത്രത്തോളം ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരാളെ നമുക്ക് കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ അദാനി എന്ന് പറയുന്ന ഒരാൾ വരുന്നു, അയാൾ റെഡിയാക്കി തരാമെന്ന് പറയുന്നു. ശരി, ഓക്കെ. അപ്പോൾ അയാൾക്ക് ഇത്ര ശതമാനം, ആദ്യം 25%, അതായത് ഫസ്റ്റ് ഘട്ടത്തിൽ 25%, പിന്നെ 75% വരെയും വിൽക്കാനുള്ളൊരു അവകാശത്തിലേക്ക് പോകുന്നു. അതെന്തുകൊണ്ടാണ് അതങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാൾക്ക് വിൽക്കാനുള്ളൊരു അവകാശം കൊടുക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ വെച്ച് അദാനിയുടെ കയ്യിൽ പൈസ ഇല്ലാതെ വരികയാണ്, അയാൾ അവിടെ പണി നിർത്തി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് ആ പണി ഒരിക്കലും നടക്കില്ല. അതുകൊണ്ടാണ് അത് പിന്നീട് വേറെ ആരെങ്കിലും വന്ന് ഏറ്റെടുക്കാൻ പാകത്തിന് ആ ഒരു സിസ്റ്റം രൂപകൽപ്പന ചെയ്തു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ വലിയ രീതിയിൽ ഇനി മുന്നോട്ട് പോകാൻ പോകുന്ന അതായത് കേരളത്തെ വലിയ രീതിയിൽ മാറ്റം വരുത്താൻ പോകുന്ന ഒരു സംഭവമായിട്ട് മാറാൻ പോകുന്ന ഒരു സാധനമാണ് വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത്. അതെ, ഇപ്പൊ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് ഷെയർ കൊടുക്കുന്നതോടുകൂടി, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്നത് എല്ലാ കോണ്ടിനെന്റ്സിനോട്ടും ആക്സസ് ഉള്ള ഒരു വലിയ ഷിപ്പിംഗ് കമ്പനിയാണ്. അപ്പൊ അവർക്ക് ഷെയർ കൊടുക്കുന്നതോടുകൂടി ഇവരുടെ ശൃംഖലകളിലേക്ക് നമ്മളും വളരുകയാണെന്നുള്ളൊരു പോസിറ്റീവ് കാര്യമുണ്ട്. അത് ആദ്യത്തെ ദിവസം ദേശാഭിമാനി ഇതിന്റെ പോസിറ്റീവ് സൈഡ് എഴുതിയപ്പോൾ എനിക്കൊന്ന് വായിക്കാൻ മറന്നിട്ടാണെന്ന് തോന്നുന്നു, നിയമസഭയിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടായത്. ഈ VD സതീശൻ അദാനിക്ക് കേരളത്തെ എഴുതി കൊടുക്കുന്നു, തീരെഴുതി കൊടുക്കുന്നു, സ്വത്ത് എഴുതി മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് നിയമസഭയിൽ ഈ ടോപ്പിക്ക് വന്നതോടുകൂടി എല്ലാവരുടെയും വായടയുന്നു. VD സതീശൻ എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ പ്രശ്നം എന്താണ്? രാജ്യസുരക്ഷയ്ക്ക് കേടുവരുന്ന ഒന്നും ഇവിടെ ചെയ്യാൻ പോകുന്നില്ല. പിന്നെന്താണ് നിങ്ങളുടെ പ്രശ്നം? ഇത് ആര് തീരുമാനിക്കുന്നു? ആഭ്യന്തര മന്ത്രാലയം, അതുപോലെ തന്നെ ഷിപ്പിംഗ് മന്ത്രാലയം തീരുമാനമെടുക്കും, ഞാനല്ല തീരുമാനിക്കുന്നത്. പിന്നെ അദാനിക്ക് തീരെഴുതി കൊടുത്തു എന്ന്. വിഴിഞ്ഞോന്നല്ല, കേരളത്തിന്റെ ഒന്നും ആരുടെയും മോണോപോളി അല്ല, ആരുടെയും കുടുംബസ്വത്തല്ല. അദാനി എന്നല്ല, ആര് വന്നാലും ഇത് കേരളത്തിന്റെ സാധനമാണെന്ന് വ്യക്തമായി പറയുന്നു, വായടയ്ക്കുന്നു, എല്ലാ വിഷയങ്ങളും പറയുന്നത് പോലെ മിണ്ടാണ്ടിരിക്കുന്നു. ഇത് തന്നെയാണ് നിയമസഭയിൽ സംഭവിച്ചത്. ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്, അതിന്റെ തലേ ദിവസം വരെ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന പ്രതിപക്ഷത്തിനും ഇതിനു മുമ്പുണ്ടായിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും അതിനു മുമ്പൊന്നും ഒരു കുഴപ്പമില്ല. ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ അതിലെന്തൊക്കെയോ ദുരൂഹതകൾ തോന്നുകയാണ്. എന്താണ് ദുരൂഹത? അദാനിയെ സംബന്ധിച്ച്, അദാനിക്ക് കേരളം മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ പിടിപാടുള്ള ഒരാളാണ്. അയാൾ ആദ്യം തന്നെ സെബിയിൽ പോയിട്ട് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടാണ് കേരളത്തിലേക്ക് വന്നിട്ട് അത് വിൽക്കാനുള്ള കാര്യങ്ങളുമായിട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ നമ്മൾ നിയമസഭയിൽ സംസാരിക്കുന്നത് വരെ സംസ്ഥാനവുമായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നില്ല. ഇപ്പോ സെബിയുടെ അംഗീകാരം കിട്ടിയതിന് ശേഷം, ഈ നിയമസഭാ സമ്മേളനത്തിന് ശേഷമാണ് അദാനിയെ സംബന്ധിച്ച് അതിന്റെ ഒന്നും ആവശ്യമില്ല. അയാളെ സംബന്ധിച്ച് അയാൾക്ക് എന്താണ്, അയാൾ ഇന്ത്യ മുഴുവൻ ബിസിനസ് നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അയാൾക്ക് കേരളത്തെക്കാൾ മുകളിൽ നിൽക്കുന്നത് പ്രധാനമന്ത്രിയും ഇവിടുത്തെ മറ്റ് സംവിധാനങ്ങളുമാണ്. ഇപ്പോൾ ഇതെല്ലാം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ കീഴിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് മാത്രമേ അയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം തന്നെ അയാൾ സെബിയിൽ പോയി മറ്റ് ഷിപ്പിംഗ് സെക്ടറുകളുണ്ടല്ലോ, അവിടെ പോയി കൃത്യമായിട്ടുള്ള രേഖകൾ സമർപ്പിച്ച് അതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം
കേരളത്തിലേക്ക് വന്നിട്ട് ഒരു കത്ത് കൊടുക്കുന്നത്. അതെ, ഇതിന്റെ അയാൾക്ക് മുന്നേ തന്നെ അറിയാം ഇങ്ങനൊരു കത്ത് ആദ്യമേ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചയാവും, പിന്നെ അയാൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അയാൾ ഒരു ബിസിനസ്മാനാണ്, അയാളുടെ രീതിയിൽ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. കേന്ദ്ര സർക്കാരിൽ നിന്ന് അംഗീകാരം വാങ്ങുന്നു, അതിനുശേഷം ആഭ്യന്തര മന്ത്രാലയവും അതുപോലെ തന്നെ ഷിപ്പിംഗ് മന്ത്രാലയത്തിനോട് സംസാരിക്കുന്നു, സെബിയുടെ അംഗീകാരം നേടുന്നു, എന്നിട്ട് സംസ്ഥാനത്തെ അറിയിക്കുന്നു. ഇത് തന്നെയാണ് അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ വി.ഡി. സതീശൻ പറയുന്നത് ഹൈക്കമാൻഡ് ഇതിൽ ഇടപെടും, ഇത് ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ അംഗീകാരം കൊടുക്കുള്ളൂ. ഇപ്പോൾ കേരളം സമ്മതിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ അദാനിക്ക് ഇത് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോസസ്സ് മാത്രമല്ല. പിന്നെ നമ്മുടെ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് രാജ്യസുരക്ഷയാണ്. രാജ്യസുരക്ഷയെ സംബന്ധിച്ച് എന്തോരം ബുദ്ധിമുട്ടുകളാണുള്ളത്. പക്ഷെ കേന്ദ്രത്തിന് പോലും ഇല്ലാത്ത ആശങ്കയാണ് കേരളത്തിൽ കിടക്കുന്ന 35 പേർക്കുള്ളത്. അത് വേറൊന്നും കൊണ്ടല്ല, സ്വന്തം കൈകളിൽ നിന്ന് ഈ സാധനം പോയി എന്ന് തോന്നുമുണ്ടാവുന്ന ഒരു മനോവിഷമം മാത്രമാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് വിഴിഞ്ഞം ഞങ്ങളുടേതാണ്, ഞങ്ങൾ കാരണമാണ് വിഴിഞ്ഞം പദ്ധതി നടപ്പിലായത് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഇത് മുഖ്യമന്ത്രിയാണ്, ഉമ്മൻചാണ്ടിയാണ് കൊണ്ടുവന്നതെന്നും ഇത് വി.ഡി. സതീശനാണ് വിൽക്കാൻ പോകുന്നതെന്നും പറഞ്ഞ് വലിയ രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. ഇപ്പോൾ സാധാരണപ്പെട്ട ജനങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ വിഴിഞ്ഞം പദ്ധതി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകൾക്കും അറിയില്ല. അതൊരു സ്വാഭാവികമായിട്ടുള്ള സത്യം. ഇതിൽ അദാനിയുടെ പങ്ക് എന്താണെന്നുള്ള കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ ആളുകളെ സംബന്ധിച്ച് എന്താണ്, വിഴിഞ്ഞം തുറമുഖം പിണറായി വിജയൻ മാത്രമായിട്ട് ചെയ്തൊരു സാധനം, പിണറായി വിജയന്റെ കക്ഷത്തിലിരുന്ന ഒരു സാധനം, അത് വി.ഡി. സതീശൻ വിൽക്കാൻ പോകുന്നു. ഇതാണ് അയ്യോ പിണറായി വിജയൻ കൊണ്ടുവന്ന് നിങ്ങൾ വിൽക്കാൻ പോകുന്നു, എന്തോ ഇത്, നിങ്ങൾ അദാനിക്ക് തീരെഴുതി കൊടുത്തില്ലേ കേരളത്തിന്റെ തീരപ്രദേശം? ഇങ്ങനെയാണ് ആളുകൾ ചർച്ച ചെയ്യുന്നത്. അവരെ സംബന്ധിച്ച് ഇപ്പോ പല ആളുകളും ഇത് പ്രൊപ്പഗണ്ടയായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോ സാധാരണപ്പെട്ട ചില സഖാക്കന്മാരെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അവർ ഈ പ്രൊപ്പഗണ്ടയാണ്. നിങ്ങൾ അദാനിക്ക് തീരെഴുതി കൊടുത്തിട്ട് വന്നവരല്ലേ? വി.ഡി. സതീശൻ എന്താണ് കാണിക്കുന്നത്? ഒറ്റക്കങ്ങ് തീരുമാനം എടുക്കുകയാണ്, ഒറ്റക്കങ്ങ് വിറ്റഴിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ജെറ്റ് വിമാനത്തിൽ പോയത്. അതെ, വി.ഡി. സതീശൻ അദാനിയെ സ്വകാര്യ സന്ദർശനത്തിനിടയിൽ കരാറിൽ ഒപ്പുവെച്ചു എന്നൊക്കെ പറയുന്നവരുണ്ട്. ഈ ഒളിച്ചുപോയി ഒപ്പുവെക്കുന്നതൊക്കെ ആരായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലും കഴിഞ്ഞ മാസങ്ങളിലും കണ്ടതാണ്. പക്ഷെ അതുപോലെ ആയിരിക്കില്ല. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അക്കൗണ്ടബിൾ ആണ് ഇപ്പോഴത്തെ സർക്കാർ. വി.ഡി. സതീശൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ അക്കൗണ്ടബിൾ ആയിരിക്കുമ്പോൾ പോലും ഏകദേശം ഒരു 10-25% ജനതയെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോ എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ചോദിച്ചു, എന്തിനാണ് ഈ അദാനിക്കൊക്കെ കൊടുക്കാൻ പോകുന്നത്, നമുക്ക് സ്വന്തമായിട്ടൊക്കെ നടത്തിയാൽ പോരെ എന്ന് ചോദിക്കുന്നൊരു സാഹചര്യം. അവരെ സംബന്ധിച്ച് എന്താണ് വിഴിഞ്ഞം തുറമുഖമെന്നോ ആ പദ്ധതി എങ്ങനെയാണ് നടപ്പിലാക്കിയതെന്നോ, ഇപ്പോൾ നമുക്ക് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതികൾക്ക് വളരെ കേരളവും കേന്ദ്രവും കൂടെ ഒന്നിച്ചാണെങ്കിൽ ഓക്കെ. പക്ഷെ പണം വിദേശത്ത് നിന്നും വന്നെങ്കിൽ മാത്രമേ നമുക്ക് പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാൻ. അപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കേണ്ടി വരും. ഇപ്പൊ ലക്ഷക്കണക്കിന് കോടികൾ ഖജനാവിൽ ഇട്ടിട്ടാണല്ലോ ഇടത് സർക്കാർ ഇറങ്ങിപ്പോയത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കേണ്ടി വരും. ഇപ്പൊ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത്, ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് പോലുള്ള ഒരു അത്യുഗ്രൻ പ്രോജക്റ്റിൽ അദാനിയുടെ ഷെയർ വാങ്ങേണ്ടി വന്നത് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ അത് പൂർത്തീകരിക്കാനുള്ള ഫണ്ട് ഇല്ലാത്തത് കൊണ്ടാണ്. 2ാം ഘട്ടവും 3ാം ഘട്ടവും പൂർത്തീകരിക്കാനുള്ള ഫണ്ടില്ല. അങ്ങനെ അദാനിക്ക് അതിന്റെ ഷെയർ കൊടുക്കുന്നു. അദാനി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈ കൊടുക്കുന്നതോടുകൂടി ഈ പറയുന്നത് പോലെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഈ പറയുന്ന കാര്യങ്ങൾക്കുണ്ട്. ഇപ്പോൾ നമുക്ക് ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് അവരുടെ സഹായം തേടുന്നു. അതിൽ നിന്ന് നമുക്ക് ഉണ്ടാകാൻ പോകുന്ന മെച്ചം എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മുടെ ഇപ്പോൾ കൊളംബോ പോർട്ടുമായിട്ട് മത്സരിക്കുന്ന നമുക്ക് ഇന്റർനാഷണലി മറ്റ് പല പോർട്ടുകളുമായിട്ട് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അത്രയും ചരക്ക് നീക്കം നടക്കും. അതുകൊണ്ട് വികസനം നടക്കാൻ പോകുന്നത് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലകളിലാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ സാമൂഹിക മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയമുണ്ട്. ഇപ്പം ദുബായ് പോലെ അല്ലെങ്കിൽ UAE രാജ്യങ്ങളൊക്കെ എങ്ങനെയാണ് എണ്ണ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ രാജ്യങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തത് അവരുടെ തുറമുഖ പദ്ധതികളിലൂടെയാണ്. അപ്പൊ അങ്ങനെയുള്ള പദ്ധതികൾ ഒരു സംസ്ഥാനത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു പദ്ധതിയാകുമ്പോൾ അതിൽ നിന്നും വരാൻ പോകുന്ന മുഖച്ഛായ ആർക്കാണ് അനുകൂലമായിട്ട് വരാൻ പോകുന്നത്? ഇനി 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും വി.ഡി. സതീശനായിരിക്കും ഇത് അനുകൂലമായിട്ട് വരാൻ പോകുന്നത്. വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ ദീർഘവീക്ഷണം എന്നേ ജനങ്ങൾ വാഴ്ത്തിപ്പാടുകയുള്ളൂ. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഊഹാപോഹങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്.